പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മെ വിലമതിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് നമ്മുടെ വിശുദ്ധിയിലുള്ള ജീവിതം. നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുവിന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. 2 കൊറിന്ത്യർ 5:15 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. നമ്മെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയും സ്നേഹവുമാണ് വിശുദ്ധിയിലുള്ള നമ്മുടെ ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷം 3:16 തിരുവചനം പറയുന്നുണ്ട്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? റോമ 8:34 തിരുവചനം പറയുന്നു: മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ എന്ന്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർതിരിക്കാൻ സാധിക്കുകയില്ല. യെശയ്യാ 43:4 കർത്താവ് അരുളി ചെയ്യുന്നു: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ദൈവം നമ്മെ അത്യധികമായി സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ അത്യധികമായി സ്നേഹിക്കണം. യോഹന്നാൻ 14:15 യേശു പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. പ്രഭാഷകൻ 15:15 മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തയോടെ വർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നമുക്ക് ദൈവത്തോട് സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും. നാം കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനും സാധിക്കും. തിന്മകൾ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പ്രത്യാശ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിന്മകൾ നാം ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് നാം കൂടുതൽ അടുക്കുകയാണ്. വിശുദ്ധിയിലേക്ക് നാം കടന്നു വരികയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. നമുക്ക് ദൈവത്തോട് ഉള്ള സ്നേഹത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കും. യേശു പറഞ്ഞിട്ടുണ്ട്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മെ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.